ഹലോ വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നത് എന്നല്ലേ മക്കളെ, നമുക്കറിയുന്നതാണ് കഴിഞ്ഞ വർഷത്തെ തൊട്ട് മുൻപിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട SSLC-ക്കകത്ത് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളുടെ സീനിയേഴ്സ് പറയും ഏതാണ്, നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് ആണ് നല്ല ടഫായിട്ട് വന്നിട്ടുള്ളത്. സോ അടുത്ത വർഷം ഇതേപോലെ തന്നെ എന്റെ SSLC എഴുതാൻ പോകുന്ന മക്കളാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടഫ് ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. മക്കളെ, നിങ്ങൾക്കറിയാം മൊത്തം നമുക്ക് സോഷ്യൽ സയൻസിനകത്ത് 17 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ എടുക്കുന്നത്. ഞങ്ങൾ 3 ആൾക്കാരല്ലേ, നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനമായിട്ടും അമീൻ സാർ, അതുപോലെ തന്നെ ഫൈസൽ സാർ, ജെ സാർ, ഇങ്ങനെ 3 ആളുകളാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് സൈലം ഇതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ നോക്ക്, മൊത്തം നമുക്ക് ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സോഷ്യൽ സയൻസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം 17 ചാപ്റ്ററുകളാണ് എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കാണുന്നത് ഫസ്റ്റ് പാർട്ട് 1 ആണെങ്കിൽ, ഈ പറയുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസ് 1 ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 9 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ്. നമ്മൾ സാധാരണ വിളിക്കുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നത് ഇതുപോലെ തന്നെ 9 ചാപ്റ്ററുകളാണ്. അതേപോലെ തന്നെ അടുത്തത് ജോഗ്രഫി ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 ചാപ്റ്ററുകളാണുള്ളത്. അപ്പൊ ഞാൻ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സോഷ്യൽ സയൻസിനകത്ത് നമ്മുടെ പ്രധാനമായിട്ടും പറയുന്നത് സോഷ്യൽ സയൻസിനകത്തുള്ള ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഹിസ്റ്ററി അല്ല, ആക്ച്വലി നിങ്ങൾക്കറിയാം ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഈ പറഞ്ഞ 3 ഭാഗങ്ങളും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് നമുക്ക് സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അതിനകത്തൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത് എന്നതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. സോ നിങ്ങൾ നോക്കിയോ, ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മക്കളെ, എന്താണ് ഹ്യൂമനിസത്തിൽ പഠിക്കാനുള്ളത്? ഹ്യൂമനിസത്തിൽ പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററി, അതായത് ഗ്രീക്കോ റോമൻ എംപയറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഇതുപോലെ തന്നെ പഴയ ഗ്രീക്കോ റോമൻ കൾച്ചർ, അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മിഡീവൽ പീരീഡിലുള്ള പ്രധാനപ്പെട്ട കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ ആ കാലഘട്ടത്തിലുള്ള സിസ്റ്റം ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൊണാലിസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മക്കളെ, ഈ മൊണാലിസയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്, ആ ചിത്രത്തിന്റെ പ്രാധാന്യം എന്താണ്, ഇത്തരത്തിലേക്കുള്ള കുറെ കാര്യങ്ങൾ ഈ മൊണാലിസയെ പോലുള്ള ഒരുപാട് അനവധിയായിട്ടുള്ള പെയിന്റിങ്സുകളൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെയുള്ള കുറെ കാലഘട്ടങ്ങളാണ് ഒരു മിഡീവൽ ഹിസ്റ്ററിയാണ് ആക്ച്വലി ഒരു ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അന്നത്തെ പ്രധാനപ്പെട്ടുള്ള സ്കൾപ്ചേഴ്സ്, അതുപോലെ ശില്പകലകൾ, അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്കലാഞ്ചലോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പ്രധാനപ്പെട്ട മൈക്കലാഞ്ചലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ പോലും ഉറപ്പല്ലേ, ഇതുപോലെ തന്നെ കോപ്പർനിക്കസ്, അതല്ലെങ്കിൽ ഗലീലിയോയും അതുപോലെ തന്നെ ടെലസ്കോപ്പും അറിയാത്ത ആൾക്കാർ ഇതുപോലെ തന്നെ അല്ലല്ലോ അല്ലെ. ചെറുപ്പത്തിലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗലീലിയോയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ടെലസ്കോപ്പ് പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുള്ള ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകുന്നു. സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ നോക്കുക, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. മക്കളെ, ഈ ചാപ്റ്ററിനകത്ത് എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരാളായിരിക്കും നെപ്പോളിയൻ ബോണോപ്പാർട്ട്. നെപ്പോളിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നെപ്പോളിയനെ കുറിച്ച്, ഈ നെപ്പോളിയനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത്, ഇതുവരെ നമ്മൾ ഹിസ്റ്ററി ഭാഗത്തു നിന്നാണെങ്കിൽ സോഷ്യോളജിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചില കോമൺ സെൻസ് നോളജിനെ പോലെ ഉള്ള കോമൺ സെൻസ് നോളജ് അല്ലെങ്കിൽ സാമാന്യ ബോധജ്ഞാനത്തിനെ കുറിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് പറയുന്നുണ്ട്. അതിപ്പോൾ സോഷ്യോളജിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഫോർത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ വരുന്നത് വെൽത്ത് ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നോക്ക്, ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാസ്കോഡഗാമയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ പറയുന്ന വാസ്കോഡഗാമയിൽ തുടങ്ങി ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വേൾഡ് ഹിസ്റ്ററി തന്നെയാണ് ഇതിലും പറയുന്നത്. മകളെ, ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ പറയുന്ന ബെനിറ്റോ മുസോളിനി, അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ, നാസിസം, ഫാസിസം നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇതൊക്കെ അടങ്ങുന്ന ഒരു വിശദമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഈ പറയുന്ന മോഡേൺ പീരീഡിലുള്ള വലിയൊരു ഹിസ്റ്ററിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്കിയോളൂ, പ്രധാനപ്പെട്ട 5ാമത്തെ ചാപ്റ്റർ ആണ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്ന അടുത്തൊരു ചാപ്റ്റർ ആണ്. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനകത്ത് എന്താണ് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്കി, ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ പലതരത്തിലേക്കുള്ള ചർച്ചകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ രാഷ്ട്രീയത്തിനെ കുറിച്ച്, ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇലക്ഷൻ നടന്നു, രാഷ്ട്രീയത്തിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകളുണ്ട്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെ നിങ്ങൾ ചില
അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ? അത്തരത്തിലേക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം, ഇതുപോലെ തന്നെ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഡെമോക്രസിയിൽ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. വിശദമായിട്ട് നമ്മൾ അത് പഠിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഇനി അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ നോക്ക്, മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ മക്കളെ ഗാന്ധിജിയാണ്. നിങ്ങൾക്കറിയാലോ, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിനകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തുള്ള ഒരു ഫിഗർ തന്നെയാണ് ഈ ഗാന്ധിജി എന്ന് പറയുന്നത്. സോ ഗാന്ധിജി ഇതുപോലെ തന്നെ ഗാന്ധിജി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം ഗാന്ധിജി റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏർലി സ്ട്രഗിൾസ് ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള നാഷണൽ മൂവ്മെന്റുകൾ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലെ ഏറ്റവും നമ്മൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ വേൾഡ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററി തന്നെ മിഡീവൽ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി, ഇതുപോലെ തന്നെ ആധുനിക ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നാഷണൽ മൂവ്മെന്റിന്റെ പ്രത്യേക ഭാഗം നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നിലും എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ നോക്കി, പിന്നെ വരുന്നതാണ് ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഏത് ഭാഗം മുതലാണ് പഠിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇതുപോലെ തന്നെ ഗാന്ധിജിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടിത്തന്നു അല്ലേ? 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി അല്ലേ? അപ്പൊ നോക്കി, അതുവരെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ, അതിനുശേഷം എന്ന് പറഞ്ഞാൽ മക്കളെ ഇതുപോലെ തന്നെ ആഫ്റ്റർ 1947 ആണ്, 1947 ശേഷമുള്ള കാര്യങ്ങളാണ് ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോ, ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ 1947 ശേഷമുള്ള, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ നമ്മുടെ അച്ചീവ്മെന്റ്സുകൾ, നമ്മുടെ നേട്ടങ്ങൾ, ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കിയോ, നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ അന്നത്തെ മൈഗ്രേഷനെ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന അന്നത്തെ കുടിയേറ്റത്തിനെ കുറിച്ച് പലായനത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും. അതേപോലെ തന്നെ അതിനുശേഷം ഗാന്ധിജിയുടെ മരണം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അത് നമുക്ക് പഠിക്കുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് നമ്മൾ ISRO ഒക്കെ തന്നെ വിക്ഷേപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആര്യഭട്ടയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണം, കേരള സംസ്ഥാനം രൂപീകരിച്ചത് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് വന്നു. സ്വാതന്ത്ര്യം വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 1956 കേരളം രൂപീകരിക്കുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് സാർ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. മക്കളെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരൂ കേട്ടോ. ഓക്കെ, റെഡി. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. മക്കളെ ഈ ഒരു വർഷത്തിൽ ഇതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും, കഴിഞ്ഞ വർഷം എല്ലാ കുട്ടികൾക്കും ആവശ്യമുണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡെമോക്രസി ഇൻ ഇന്ത്യൻ എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മൂവ്മെന്റുകൾ, ഇന്ത്യയിൽ കിടത്തുകയാണുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് മൂവ്മെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. മക്കളെ ചിപ്കോ മൂവ്മെന്റ്സ് നിങ്ങൾ നോക്കി, പ്രധാനപ്പെട്ട ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതുപോലെ സൈലന്റ് വാലി, പ്രധാനപ്പെട്ട പാരിസ്ഥിതികമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനത്തെ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്കി, ലാസ്റ്റ് വൺ നോക്കി, ഗ്നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരു സോഷ്യോളജിയുടെ ഒരു ഭാഗമായിട്ടുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ മക്കൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു മൊത്തം ഭാഗത്തേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കോ, മൊത്തം നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 9 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ആ 9 ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വേൾഡ് ഹിസ്റ്ററി അല്ലെ, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇതൊക്കെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. സോഷ്യോളജി വരുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കി, ഇത് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, സോഷ്യോളജി വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മാസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മെഡീവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ മോഡേൺ ഹിസ്റ്ററി, ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ വേൾഡിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗത്ത് കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ സാറേ ഭയങ്കര ഉണ്ടല്ലോ, കുറെ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. മക്കളെ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഞാനും അമീൻ സാറാണ് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരു 9 ചാപ്റ്ററുകളും സിമ്പിൾ ആക്കി എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലേക്ക് തരും. അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആക്കി തരുമെന്ന് പറയാൻ കാരണം എന്തോന്ന് അറിയോ മക്കളെ, നിങ്ങൾക്ക് അറിയുന്നതാണ് സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ ബാച്ചാണ് മക്കളെ പ്രധാനപ്പെട്ട അസ്ത്ര ബാച്ച്. അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അസ്ത്രയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇൻസ്റ്റാ ലേൺ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇൻസ്റ്റാ ലേൺ ഓർത്ത് വെച്ചോ.
അതുപോലെ തന്നെ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്താണ് ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ്? മക്കളെ, ഇൻസ്റ്റാ ലേൺ എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരാണ്. അതായത് വളരെ ഷോർട്ട് ആയിട്ട് ഓരോന്നിലും എഴുതേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ മൈൻഡ് മാപ്പ് എന്താണ്? മൈൻഡ് മാപ്പ് എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ ചെറുതാണ്. അതിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കോപ്പി പോലെയാണ്. മൈക്രോ കോപ്പി മീൻസ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഒരൊറ്റ പേജിലേക്ക് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അതായത് ഒരു ചാപ്റ്റർ ഒരു പേജിലേക്ക്, അതായത് നിങ്ങൾ ആ പേജ് നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്റർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിടുത്തം കിട്ടും. അതായത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഒരൊറ്റ പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫുൾ ചാപ്റ്റർ എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഇത്തരത്തിലേക്കുള്ള കിടിലൻ ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഏത് ബാച്ച് മക്കളെ? മറക്കണ്ട അസ്ത്ര ബാച്ച്. അസ്ത്ര ബാച്ചിലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എന്ത് ചെയ്തു, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ ഒരു നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഓർത്ത് വെച്ചോ, ഏതാണ് നമ്പർ എന്ന് കഴിഞ്ഞാൽ 9995400800. ഒന്നുകൂടി ഓർത്ത് വെച്ചോ, എന്താ നമ്പറിന്റെ 999540, അതേപോലെ തന്നെ 800 കേട്ടോ. ഓർത്ത് വെച്ചോ, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അസ്ത്രയുടെ ഭാഗമായിട്ട് മാറുക. ഞാൻ പറഞ്ഞല്ലോ മക്കളെ, നമ്മൾ ഈ ഒരു വർഷം എന്ത് ചെയ്യും, അടിപൊളിയാക്കും, മനോഹരമാക്കും. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഇതുവരെ ടഫുള്ള ആൾക്കാരൊക്കെ ഇതുവരെ ഉണ്ടെങ്കിൽ ഉറപ്പ് തരുന്നു, ഞങ്ങൾ ഉറപ്പ് തരുന്നു, 3 ആൾക്കാർ ഉറപ്പ് തരുന്നു, ഈ വർഷം നിങ്ങൾക്ക് അത് ഈസി ആക്കി ഞങ്ങൾ എന്ത് ചെയ്യും, തരും. അത് സൈലം തരുന്ന ഒരു ഉറപ്പാണ്. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. സോ എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നമുക്ക് ഇനി വരുന്ന ലൈവുകളിലൊക്കെ കാണാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മറക്കണ്ട, അസ്ത്രയിൽ കാണാം. ബൈ.